നമ്മൾ ഏത് വിഷയമാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതിനാലാണോ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഏതിനാലാണോ നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഖായുടെ പ്രവചനം 6:1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് കേൾപ്പീൻ. അത് പർവ്വതങ്ങളുടെ മുൻപാകെ നിങ്ങൾ എന്ത് ചെയ്യണം? വ്യവഹരിക്കുക. പർവ്വതങ്ങളുടെ ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ള യഹോവയുടെ വ്യവഹാരം കേൾക്കുക. യഹോവയ്ക്ക് തൻ്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്, ഇസ്രായേലിനോട് വാദിക്കും. കർത്താവ് നമുക്ക് വേണ്ടി ഓരോ ദിവസവും വ്യവഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ വർഷത്തിന്റെ ആദ്യത്തെ ദിനങ്ങളിൽ തന്നെ നമ്മൾ ജീവനോട് ശേഷിച്ചത് തന്നെ കർത്താവിൻ്റെ ഒരു വലിയ കൃപയാണ്. മീഖ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എനിക്ക് സമനായ ഒരു ദൈവത്തെ പോലെ ആരുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. എൻ്റെ ദൈവത്തെ പോലൊരു ദൈവം ഈ ലോകത്ത് ഇല്ല എന്നുള്ളൊരു അർത്ഥമുണ്ട് അതിന്. കർത്താവ് നമുക്ക് ദിനംപ്രതി നമുക്ക് വേണ്ടി വ്യവഹരിച്ചുകൊണ്ടും വാദിച്ചുകൊണ്ടും നിൽക്കുകയാണ് അല്ലേ? നമ്മുടെ ഏത് പ്രയാസത്തിൻ്റെ മേലും നമ്മൾ നീതിയോടെ ദൈവം നമ്മൾക്ക് ഉത്തരം മരളണമെന്ന് കർത്താവിന് നമ്മളെക്കുറിച്ചൊരു വിചാരമുണ്ട്, കർത്താവിന് നമ്മളെക്കുറിച്ചൊരു ചിന്തയുണ്ട്. അതായത് ഈ 6-ാം അധ്യായത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവമില്ല. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് വാദിക്കുകയാണ്. ഈ 6-ാം അധ്യായത്തില് മാനസാന്തരത്തിനായുള്ള ഒരു ആഹ്വാനമാണ് ഇസ്രായേൽ മക്കളോട്. അതാണ് പറയുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് എൻ്റെ വാക്ക് കേൾക്കുക, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യവഹാരം നടത്താൻ പോവുകയാണ്. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുക, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് അടുത്ത് വരിക, ഒന്ന് നിലവിളിക്കുക. എങ്കിൽ നിങ്ങളുടെ എല്ലാ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളോടും പറയുന്നത്. നമുക്ക് വേണ്ടി 140:12 ഇങ്ങനെ പറയുന്നു: പീഡിതനൊരു വ്യവഹാരവും ദരിദ്രന് വേണ്ടി അവൻ ന്യായവും നടത്തുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടനും നീതിമാനും ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്ന ദൈവമാണ്. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ അത് തന്നെയാണ് പറയുന്നത്. കർത്താവിനോട് ഏറ്റവും അടുക്കുകയാണെങ്കിൽ, കർത്താവിനോട് നിലവിളിക്കുകയാണെങ്കിൽ, നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം, നീതിയോടെ ഉത്തരമരുളുന്ന ദൈവം. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇയ്യോബ് ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി കർത്താവ് വ്യവഹരിക്കും, എനിക്ക് വേണ്ടി വാദിക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. ദാവീദും അത് തന്നെയാണ് പറയുന്നത്. 9-ാമത്തെ സങ്കീർത്തനത്തിൽ അവൻ പറയുന്നുണ്ട്, അതാണ് പറയുന്നത്, കർത്താവ് എനിക്ക് വേണ്ടി ഒരു കാര്യവും വ്യവഹാരവും നടത്തും. നമ്മൾ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഏത് വിഷയമാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതിനാലാണോ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഏതിനാലാണോ നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്, കർത്താവ് അതിന് നീതിയോട് ഒരു ഉത്തരമരുളുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഈ ലോകത്തെ തന്നെ ഭരിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമാണ്. അത് നമുക്ക് ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവാണ് എല്ലാ കാര്യങ്ങളും റൂളിങ് ചെയ്യുന്നത്. ആ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നത് തന്നെ ഒരു വലിയൊരു ശ്രേഷ്ഠതയാണ്, വലിയൊരു കൃപയാണ്. സിംഹക്കൂട്ടിൽ കിടന്ന ദാനിയേലിനു വേണ്ടി വ്യവഹരിച്ച ദൈവം, ദാനിയേലിനു വേണ്ടി വാദിച്ച ദൈവം. അവൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ആ സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ പുറത്തു വരുമെന്ന്. പക്ഷെ ദൈവം അവന് വേണ്ടി വാദിച്ചു. എൻ്റെ കർത്താവ് അവനെ ആ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ലോകം പോലും അമ്പരക്കത്തക്ക രീതിയിൽ, അവനെ ചുറ്റും നിന്നവർ പോലും വിരൽ ചൂണ്ടത്തക്ക രീതിയിൽ കർത്താവ് അവനെ വിടുവിക്കുവാൻ. അതുപോലെ തന്നെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ തീച്ചുള്ളയുടെ നടുവിൽ ഇട്ടെങ്കിലും കർത്താവ് അവനെ പുറത്തു കൊണ്ടുവന്നതുപോലെ നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവം. അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വർഷത്തിന്റെ ആരംഭത്തിലോ അല്ലെങ്കിൽ അതിന്റെ മിഡിലിലോ അതിന്റെ അവസാനത്തിലോ ഒക്കെ കഷ്ടതയൊക്കെ വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം. നമുക്ക് ഒരുപക്ഷെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, എന്തെങ്കിലും ഒരു വിഷയമായിക്കോട്ടെ, കർത്താവ് നമുക്ക് വേണ്ടി വ്യവഹരിക്കും. കർത്താവ് നമുക്ക് സമാധാനം നൽകും, കർത്താവ് നമുക്ക് സന്തോഷം എന്നൊരു പൂർണ്ണ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, കർത്താവിനോട് നിലവിളിക്കുക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏറ്റവും അടുത്ത് വരിക. എങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വേഗത്തിൽ നമുക്ക് വേണ്ടി ഉത്തരമരുളുവാൻ കർത്താവ് സർവശക്തനാണ്. 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു: കേട്ടോ, യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. വടിയെയും അതിനെ നിയമിച്ചവനെ ശ്രദ്ധിപ്പീൻ.
ദുഷ്ടന്റെ വീട്ടിൽ ഇനിയും അനീതിയുള്ള നിക്ഷേപങ്ങളും ശാപകരമായ അങ്ങനെ ഓരോ കാര്യങ്ങൾ ദൈവം ചോദിക്കുകയാണ്. കർത്താവ് അവിടെ പറയുന്ന പട്ടണത്തോട് വിളിച്ചു പറയുകയാണ്, നമ്മൾ പാർക്കുന്ന ഏത് ദേശത്താണോ നമ്മൾ പാർക്കുന്നത്, നമ്മളോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ എന്നെ അറിയുന്നത് മൂലം നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകുന്നു, നിങ്ങൾ എന്നെ അറിയുന്നത് കൊണ്ട്, നിങ്ങൾ എന്നെ ഭയപ്പെടുന്നത് കൊണ്ട്, നിങ്ങൾക്ക് എല്ലാ നന്മകളും എല്ലാ ആ ന്യായപ്രമാണം അനുസരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തെ പകരുവാൻ കർത്താവ് വലിയവനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ഏറ്റവും അടുത്ത് ജീവിക്കാം. കർത്താവിനോട് നമ്മൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ വാദങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി വ്യവഹരിച്ച് വേഗത്തിൽ നമുക്ക് ഉത്തരം അരുളുമാറാകട്ടെ. ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.